പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ പീരങ്കി നവീകരണ പദ്ധതിക്കായി ഇന്ത്യൻ സൈന്യം തയ്യാറെടുക്കുകയാണ്. ഏകദേശം 23,000 കോടി രൂപ ചെലവിൽ 300-ലധികം K9 വജ്ര സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്റിക്കുകൾ കൂടി വാങ്ങുന്നതിനുള്ള അനുമതി തേടാനുള്ള പദ്ധതിയിലാണ് സൈന്യം ഇപ്പോൾ. ഈ നിർദ്ദേശം ഈ ആഴ്ച തന്നെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡിന് മുന്നിൽ വയ്ക്കുമെന്നാണ് ഉന്നത പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. അംഗീകാരം ലഭിച്ചാൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ ഭീമനായ ഹാൻവ എയ്റോസ്പേസുമായുള്ള സാങ്കേതിക പങ്കാളിത്തത്തിൽ ഇന്ത്യയുടെ K9 വജ്ര ടി നിർമ്മിക്കുന്ന ലാസൺ ആൻഡ് ടുബ്രോക്ക് കരാർ നൽകാനാണ് സാധ്യത. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ ഓർഡർ ചെയ്ത ആകെ K9 വജ്ര പീരങ്കികളുടെ എണ്ണം 500 കടക്കും. ഇത് കരസേനയുടെ പീരങ്കി ശേഖരത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ അതിർത്തിയിലും അതോടൊപ്പം തന്നെ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലും ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കമായാണ് പ്രതിരോധ ആസൂത്രകർ ഈ നടപടിയെ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഘട്ടത്തിൽ പ്രകടിപ്പിച്ച ഉയർന്ന ശേഷിയുള്ള കൃത്യമായ ആക്രമണങ്ങൾ ഉൾപ്പെടെ സമീപകാല സൈനിക ആവശ്യങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ വിപുലീകരണം. വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലും പ്രവർത്തന സാഹചര്യങ്ങളിലും കൃത്യമായ പ്രത്യാക്രമണം നടത്താൻ ശേഷിയുള്ളതും വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിയുന്നതുമായ പീരങ്കി സംവിധാനങ്ങളുടെ പ്രാധാന്യത്തിന് സൈനിക ആസൂത്രകർ നിലവിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. 155 mm കാലിബർ ട്രാക്കഡ് സെൽഫ് പ്രൊപ്പൽഡ് പീരങ്കി പ്ലാറ്റ്ഫോമായ K9 വജ്രയ്ക്ക് 40 കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നത് ഒരു പ്രത്യേകതയാണ്. പെട്ടെന്ന് വെടിയുതിർത്ത ശേഷം അവിടെ നിന്ന് വേഗത്തിൽ സ്ഥാനം മാറാനുള്ള ഇതിന്റെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് ശേഷിയും ശത്രുക്കളുടെ തിരിച്ചടിയേറ്റുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇതൊരു സവിശേഷ ഘടകമാണ്. ഈ പീരങ്കികൾക്ക് കവചിത സംരക്ഷണവും ഉയർന്ന ചലനശേഷിയുമുള്ളതിനാൽ മരുഭൂമികളിലും മലയോര മേഖലകളിലും ഒരുപോലെ ഇവ വിന്യസിക്കാൻ സാധിക്കും. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അതിന്റെ പ്രവർത്തന പ്രകടനം വഴി ഈ സംവിധാനത്തിലുള്ള സൈന്യത്തിന്റെ ആത്മവിശ്വാസം ശക്തിപ്പെട്ടിട്ടുണ്ട്. നിർദ്ദിഷ്ട പീരങ്കി സംഭരണം പാകിസ്ഥാൻ ചൈന അതിർത്തികളിലെ പ്രതിരോധ ശേഷിയിലെ പോരായ്മകൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നും ദീർഘദൂര കൃത്യതയാർന്ന ആക്രമണശേഷിക്ക് വലിയ ഉത്തേജനം നൽകുമെന്നാണ് സൈന്യം കരുതുന്നത്. 2017 ഏകദേശം 4,500 കോടി രൂപ ചെലവിലാണ് 100 K9 വജ്ര പീരങ്കികൾക്കായുള്ള ആദ്യ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. 2021 നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ ഇവയുടെ വിതരണം പൂർത്തിയായി. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലെ മരുഭൂമി മേഖലകളിലാണ് ഇവ പ്രധാനമായും വിന്യസിച്ചിട്ടുള്ളത്.